ഏടെ ബിലാൽ കളിക്കുന്നത് ചളിയില്ല, ചെരുപ്പും കൂടി ഇട്ടിട്ട തല്ലുവാണ് എനിക്ക്. പിന്നെ ചളിയിൽ കളിക്കുന്നത് രാവിലെ തന്നെ വേണ തല്ല്. ചെരുപ്പിടണ ഇപ്പൊ ബോധം വന്ന ചെരുപ്പിടണമെന്ന്. ഇങ്ങോട്ട് വാ. അപ്പോൾ ചെരുപ്പിടാതെയാണ് നമ്മൾ നടക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താ ചെറിയ പ്രായത്തിലൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ് കുട്ടികളെ ഇങ്ങനെ പല ആളുകളും പല മാതാപിതാക്കളും അവരെ പുറത്ത് വിടാനോ അല്ലെങ്കിൽ കളിക്കാൻ വിടാനോ ഒന്ന് ചെരുപ്പിടാതെ 2 ചവിട്ട് നടക്കാൻ പോലും അനുവദിക്കാറില്ല. സോക്സ് ഇട്ട് ഷൂ ഇട്ട് ഭയങ്കരമായ പ്രൊട്ടക്ഷനുകൾ കാക്കൊക്കെ നൽകിയിട്ടാണ് നടക്കുന്നത്. പക്ഷേ അവരുടെ നടത്തം നേരെയാക്കാനും ഭൂമിയുടെ സ്പന്ദനം നമുക്കറിയാം, ഭൂമിയുടെ സ്പന്ദനവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പഠനങ്ങൾ വരുന്നത് വളരെ ശരീരത്തിന് ഗുണം ചെയ്യുന്നു എന്നാണ്. അതുപോലെ വലിയ ആളുകൾക്കും ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കാവുന്നതാണ്. കാലിൽ നീര് കെട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതുപോലെ പല പഠനങ്ങളും തെളിയിക്കുന്നത് വളരെ ശരീരത്തിന് ആരോഗ്യകരമായ കാര്യമാണ് ചെരുപ്പിടാതെയുള്ള നടത്തമെന്നാണ്. അതേപോലെ കുട്ടികൾ അല്പം മയം നനയുന്നതും വളരെ നല്ലതാണെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. നേരെ ചളി വെള്ളമല്ല, കെട്ടി നിൽക്കുന്ന വെള്ളമല്ല, സാധാരണ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് ഗുണം ചെയ്യും. ശരി, കുട്ടിക്ക് ഒരുപാട് അവരുടെ മെൻ്റലി അവരെ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേപോലെ ദിവസം ഇത് നടക്കാൻ പതിവില്ലാതെ തീരെ ശീലമില്ലാത്ത ആളുകൾ ചെറിയ സമയം, ചുരുങ്ങിയ സമയം മാത്രമാണ് ആദ്യം നടക്കേണ്ടത്. 1 മിനിറ്റോ 2 മിനിറ്റോ നടന്നാൽ മതി. അതുപോലെ മൃദുലമായ സ്ഥലത്ത്, ഞങ്ങൾ നടക്കുമ്പോൾ ചെറലിലോ ഇങ്ങനെ ഉള്ള സ്ഥലത്തല്ല, നേരെ മറിച്ച് പുല്ലുള്ള സ്ഥലത്ത്, ഇതുപോലെ പുല്ലുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ആദ്യം നടക്കാം. അതുപോലെ പൊയ്യയുള്ള സ്ഥലത്ത്, നല്ല റോഡിൽ, അതുപോലെ സ്ഥലത്ത് ആദ്യം നടന്നിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വെള്ളത്തിലും ചളിയിലും കല്ലിൻ്റെ മുകളിലും ഇങ്ങനെ പാറേൻ്റെ മുകളിലൊക്കെ നടക്കാവുന്നതാണ്. ഇതൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും. നമ്മളെ ചിലപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വഴക്ക് പറയാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ. നേരെ മറിച്ച് അവരെ കൂടെ നമ്മളാണ് ഇവരെ കൂട്ടിയിട്ട് പോയി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും നല്ല പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്യേണ്ടത്. അതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുന്നതിലൂടെ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പുതിയ അറിവുകൾ, ഒരുപാട് നോളജുകൾ അവർ ഇതിലൂടെ സ്വീകരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനിടയിൽ വരികയും ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബിംബിക്ക് എന്ത് പറയാനില്ലേ നടക്കുന്നതിനെ പറ്റിയിട്ട്? തലാട്ടുന്നുണ്ട്, ഉസാറിൽ നടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ?